أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون. صدق الله العظيم. സൂറത്തുൽ ബഖറയിലെ 86 നമ്പർ ആയത്താണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. ബനൂ ഇസ്രായേൽ വിഭാഗത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിക്കുകയുണ്ടായി. രക്തം ചിന്തരുത്, പരസ്പരം പോരടിക്കരുത്, അന്യായമായ ഒരാളുടെയും ഭവനത്തെ കൊള്ളയടിക്കരുത്, ആരുടെയും വീടുകളിൽ നിന്ന് അവരെ അവകാശങ്ങൾ ധ്വംസിച്ചുകൊണ്ട് ഇറക്കി വിടരുത്, ധൂർത്ത് കാണിക്കരുത്, അഹങ്കരിക്കരുത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ അവർ ലംഘിച്ചു, അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട പലതും അവർ തിരസ്കരിച്ചു, പച്ചക്ക് കീറിക്കളഞ്ഞു. അങ്ങനെ ആയപ്പോൾ അവരെ കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്. ഉലായിക അക്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങളിലൂടെ കൈമാറിയ കൽപ്പനകൾ ഇഷ്ടമുള്ളത് എടുക്കുകയും ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കുകയും ചെയ്യുന്ന ആ കൂട്ടർ അല്ലദീന ഒരു വിഭാഗമാണ്. ഇസ്തറുൽ ഹയാത്ത ദുനിയ ബിൽ ആഖിറ, ആഖിറത്തിന് പകരമായി ദുനിയാവിനെ അവർ വിലക്ക് വാങ്ങിയിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു ദുനിയാവിൽ എല്ലാ സംവിധാനവും സൗകര്യവും ഒക്കെ ഒരുക്കി കൊടുത്താലും പരലോകത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് അത് കൊടുത്തിട്ട് ആഖിറം വാങ്ങുന്ന ആളുകളുണ്ട്. സ്വഹാബാക്കളൊക്കെ അതിൽ മുൻപന്തിയിലായിരുന്നു. എന്നാൽ ചില ആളുകൾ ആഖിറം മറന്നുകൊണ്ട് ദുനിയാവിലുള്ള സൗകര്യവും ആരോഗ്യവും കഴിവും ഉപയോഗപ്പെടുത്തി ഇവിടെ തന്നെ തിമിർത്താടുന്ന ആളുകളുണ്ട്. ആ തിമിർത്താടുന്ന ആളുകൾ ആഖിറത്തിന് പകരമായി ദുനിയാവിനെ വാങ്ങിയ ആളുകളാണ്. ഇന്നല്ലാഹു ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹു നിശ്ചയമായിട്ടും അല്ലാഹു തആല ഇസ്തറ വാങ്ങിയിട്ടുണ്ട് മിനൽ മുഅ്മിനീന മുഅ്മിനീങ്ങളിൽ നിന്ന് അൻഫുസഹും അവരുടെ സ്വന്തം ശരീരങ്ങളെയും വ അംവാലഹും അവരുടെ സമ്പത്തുകളെയും ബിഅന്ന ലഹുമുൽ ജന്ന അവർക്ക് സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞിട്ട് കുറെ മുഅ്മിനീങ്ങളിൽ നിന്ന് അല്ലാഹു വാങ്ങിയിട്ടുണ്ട്. കാലങ്കാരികാണ്, അല്ലാഹുക്ക് പൈസന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതിലാകത്തുകതാണ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ അത് അള്ളാനെ ഓർത്തുകൊണ്ട് ജാഗ്രതയിൽ ക്രമീകരിക്കുന്ന ആളുകൾ, സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവര് ആഖിറത്തെ വാങ്ങി ദുനിയാവിനെ കൊടുത്തുകൊണ്ട്. യാ അല്ലാഹ്, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നല്ല ആരോഗ്യമുണ്ട് ഉള്ള സമയത്ത് ആരോഗ്യത്തെ എല്ലാത്തിനും ചെലവഴിക്കുക എന്നുള്ളതല്ല, അള്ളാഹു പൊരുത്തത്തിൽ മാത്രം ചെലവഴിക്കുക, ആഖിറത്തിന് വേണ്ടി കഠിനാധ്വാനം നടത്തുക. അപ്പൊ അവരെന്ത് ചെയ്തു? ആരോഗ്യത്തെ അല്ലാഹു തആലക്ക് സമർപ്പിച്ചു. എനിക്ക് ഇതിന് പകരമായിട്ട് സ്വർഗമാണ് വേണ്ടത്, അവർക്ക് സ്വർഗം കിട്ടും. ചില ആളുകൾ അവർക്ക് ഒരുപാട് സമയമുണ്ട്, അത് വലിയൊരു സമ്പത്താണല്ലോ, ആ സമ്പത്ത് മുഴുവനും ദൂർത്തടിച്ചു. ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിഅമത്താനി, രണ്ട് നിഅമത്തുകളുണ്ട്, മഗ്ബൂനു ഫീഹിമ, ആ രണ്ട് നിയമത്തിലും വഞ്ചിതരാണ് കസീറു മിനന്നാസ്, ജനങ്ങളിൽ ഭൂരിപക്ഷവും. ഒന്ന് അസ്സിഹ, ആരോഗ്യമാണ്. രണ്ട് വൽ ഫറാഗ്, ഫ്രീ ടൈമുമാണ് എന്ന് പരിശുദ്ധ റസൂൽ. എല്ലാ ആരോഗ്യമുണ്ട്, യുവത്വത്തിന്റെ തിളപ്പാണ്, പക്ഷെ അത് മുഴുവനും ദൂർത്താക്കി പിശാചിന് വേണ്ടി കൊടുത്തു. വഞ്ചിതരാണ്, ആരോഗ്യമെന്ന നിയമത്തിൽ വഞ്ചിക്കപ്പെട്ടവരാണ് അവർ. മറ്റൊരു വിഭാഗം കാര്യമായ ഉദ്യോഗമില്ല, കാര്യമായ ജോലിയില്ല, നല്ല സമയമുണ്ട്. പ്രത്യേകിച്ച് ഇത് മുത്താലിമ്യങ്ങൾക്കൊക്കെ ബാധിക്കണതാണ്, രണ്ട് മുത്താലിമ്യങ്ങൾക്ക് ബാധിക്കും. ആരോഗ്യമുണ്ട്, ഫ്രീ ടൈം ആണ്. എന്താ ഒരുപാട് സമയങ്ങളാണ്, പ്രത്യേകിച്ച് ഇപ്പൊ സ്കൂളും ഇല്ല, ഇപ്പൊ ഇന്ന് മുതൽ പോവും, ഇല്ലെങ്കിൽ മദ്രസ ഇല്ല, ഇനി സ്കൂൾ കഴിഞ്ഞാലും സമയമുണ്ട്, രാത്രിയും സമയമുണ്ട്. വെറുതെ ദുരുപയോഗപ്പെടുത്തുക, സ്വർച്ചിട്ടും ചിരിച്ചിട്ടും കളിച്ചിട്ടും രമിച്ചിട്ടും ചാടിയിട്ടും തുള്ളിയിട്ടും. ഏതെങ്കിലും ഒരു കുട്ടിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദർശന കാര്യമല്ല പറയണത്, പ്രത്യേകിച്ച് ഓൽക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധകമാകുക. ആരോഗ്യമുണ്ട്, ഫ്രീ ടൈം ഉണ്ട്, ആ സമയത്ത് കിതാബ് നോക്കിയിട്ട് ഇൽമുണ്ടാക്കാണ് വേണ്ടത്, പക്ഷെ അയമക്ക് തിരിയില്ല. അതങ്ങനെ ആർത്തട്ടിച്ചുകൊണ്ട് ജീവിതം മറ്റൊരു വഴിയിലൂടെ നീക്കിവിടുന്ന ആളുകൾ. ഫ്രീ ടൈം ഉണ്ട്, ആരോഗ്യമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും നമ്മളെ വീട്ടിലൊക്കെ,
ഒരുപാട് സമയം, പ്രത്യേകിച്ച് വെക്കേഷൻ സമയത്ത് കഴിഞ്ഞാൽ ഇനിയും വെക്കേഷൻ വരുമല്ലോ, ഒരുപാട് സമയമുണ്ട്. പള്ളിയിൽ വരൂല, നിസ്കരിക്കൂല, ഖുർആൻ പഠിക്കൂല, ഖുർആൻ ഓതൂല, ഇൽമു പഠിക്കൂല, ആരോഗ്യം തിമിർത്താടുക, അതന്നെ ആർത്തട്ടഹസിക്കുക, ആരോഗ്യത്തെ ബഹളാമയമായ അന്തരീക്ഷത്തിൽ സമർപ്പിക്കുക. മഗ്ബൂനും ഫീഹിമ കസീറും മിനന്നാസ്, അവർ ഈ കൂട്ടത്തിൽ പെടും. ഉലൈകല്ലദീന ഇസ്തറഉൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ, ആഖിറത്തിന് പകരമായി ദുനിയാവിനെ വിലക്ക് വാങ്ങിയ ആളുകൾ. അതിനേക്കാളും വലിയ നഷ്ടമുണ്ടോ? ആഖിറല്ലേ ജീവിതം. ഖുർആൻ ഇതിനൊരു ജീവിതമായി കണ്ടിട്ടെന്നില്ല. അള്ളാന്റെ ഹബീബിന്റെ ഹദീസിലുള്ളത് ഇതൊരു കിനാവാണെന്നാണ്. അന്നാസു നിയാമുൻ ഇദാ മാതു ഇൻദബഹു, ജനങ്ങൾക്ക് ഉറക്കിലാണ്, പേക്കിനാവിലാണ്. അവർ ഉണരുന്നത് മരണത്തോട് കൂടിയാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പലപ്പോഴും ഇരുന്ന് ചിന്തിക്കാറുള്ള ഒരു ഹദീസാണത്. അന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറക്കിലാണ്, നമ്മളൊക്കെ ഉറക്കിലാണ്. നമുക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല. കാരണം മുമ്പിലുള്ള കാര്യങ്ങളൊക്കെ കൂടി ചിന്തിച്ചാല് എല്ലാരും ഉറക്കിലാണ്. നേരെ മുമ്പിലുള്ളത് മരണം, പിന്നെ ഖബറ്, പിന്നെ മഹ്ശർ, അവിടെ ഹിസാബ്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ സ്വർഗത്തേക്ക്, കുറെ ആൾക്കാർ നരകത്തേക്കും. എന്തെങ്കിലും ഒരു വേജാറ് നമുക്കുണ്ടോ? ഈ മുമ്പിലുള്ള കടമ്പകളെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഒരു വേജാറ് നമുക്കുണ്ടോ? ഇല്ല. ജനങ്ങളൊക്കെ ഉറക്കിലാണ്. ഇനി അവർക്ക് നേരം വെളുക്കും. ഇതാ മാതോ, മരണത്തോടെയാണ് അവർക്ക് നേരം വെളുക്കലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറയുകയാണ്. മരണത്തോടെ നേരം വെളുക്കും. എന്നിട്ട് ലാസ്റ്റ് സമയത്ത് മനുഷ്യൻ പടിയാണ് ഒരു മിനിറ്റിന് വേണ്ടി. ഖുർആൻ പറയേണ്ട അതും ഖുർആനാണ്. നേരം വെളുത്തു, മരിക്കാൻ സമയത്ത് നേരം വെളുത്തു. നേരം വെളുത്തപ്പോ അവന് അള്ളഹാനോട് കൽബ് പടഞ്ഞിട്ട് ചോദിക്കാണ്, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോനെ ഒരു മിനിറ്റ് തരുമോ? എത്ര മിനിറ്റ് അവനുണ്ടായിരുന്നു? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 86,400 സെക്കൻഡാണ് ഒരു ദിവസം. ആ 86,400 സെക്കൻഡ് അള്ള നമുക്ക് തരാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? എനിക്ക് അള്ള തരാൻ തുടങ്ങിയിട്ട് 49 കൊല്ലായി. ഞാൻ എൻ്റെ ജീവിതം മൊത്തം അങ്ങനെ കണക്കൂട്ടുകയാണെങ്കിൽ ഈ 49 കൊല്ലത്തിന് ഇപ്പൊ ആഖിറത്തിന് വേണ്ടി എന്താ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? ദീനിന്റെ പ്രചരണം എന്ന പേരിൽ പലതും ഒച്ച വെക്കുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്താൽ എന്താ ഉണ്ടാകുക? ദീന് എന്ന പേരിൽ നടത്തുന്ന കാര്യങ്ങളെ കുറിച്ചാണ്, അല്ലാത്ത പിന്നെ പറയും വേണ്ട. ദീനെ 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 എന്ന പേരിൽ നോട്ടീസ് ഇറക്കി, വാൾ പോസ്റ്റർ ഇറക്കി നടത്തുന്ന കാര്യങ്ങൾ അതെന്നെ ഒന്ന് കനത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്താൽ എൻ്റെ കാര്യം കാലിയാ. നിങ്ങളെ കാര്യം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അള്ള 86,400 സെക്കൻഡ് ഓരോ ദിവസം തരാൻ തുടങ്ങിയിട്ട് എനിക്ക് 49 കൊല്ലായി. ഇനിയിപ്പോ എത്ര കൊല്ലാണ് കിട്ടുക എന്ന് പറയാൻ പറ്റൂല. ഈ നിലയിൽ ചിന്തിച്ചാല് സത്യത്തില് എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ? ഒരു ബ്രേക്ക് ഇടല് വരും, ബ്രേക്ക് ഇടല്. പക്ഷെ ഇല്ല, വില്ലും ബ്രേക്കും ഇല്ലാത്ത പോക്കാണ് ഇപ്പോ. ഉലൈകല്ലദീന ഇശ്തറവുൽ ഹയാത്തദ് ദുനിയ, ഓല് ദുനിയാവ് കൊടുത്തിട്ട് ആഖിറം വാങ്ങേണ്ടതിന് പകരം ആഖിറം കൊടുത്തിട്ട്, എന്ന് പറഞ്ഞാൽ ആഖിറത്തിന് അധ്വാനിക്കേണ്ട അവസരങ്ങളും അനുഗ്രഹങ്ങളും വിറ്റിട്ട് ദുനിയാവ് തിന്നുന്ന ആൾക്കാരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യന് നേരം വെളുത്തു ഓൻ പറയാണ്, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, എനിക്ക് തരാവുന്നതിൽ ഒരു ചെറിയ സമയം തന്നാ മതി എന്ന് അള്ളഹാനോട് ലാസ്റ്റ് പറയാണ്. തരാൻ പറ്റണേല് ഞാൻ ഒരീസം എന്നോട് ചോദിക്കണില്ല, ഒരു പകലും ചോദിക്കണില്ല, എനിക്കൊരു 10 ഉറുപ്യ ഒരാൾക്ക് കൊടുക്കണം, സ്വതക്കാണ്. അതിൽ എനിക്ക് തരാൻ പറ്റണേൽ ചെറിയൊരു സമയം കൊണ്ടാണ്. കിപ്പണി എടുക്കാനുള്ള ഒരു അമല്, ഈ അമല് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയാൽ മതി. കാരണം എന്താ? നേരം വെളുത്തതാണ്. ഇന്തബഹു, ഇതുവരെ ഉറക്കിലായിരുന്നു, ഇപ്പോഴാണ് നേരം വെളുത്തത്. അന്നാസുനിയാം ഇദാ മാതോ ഇന്തബഹു നബിയുനാ മുഹമ്മദ് മുസ്തഫ, ജനങ്ങളൊക്കെ ഉറക്കിലാണ്, അവർ ഉണരുന്നത് മരണത്തോടെയാണ്. പക്ഷെ മരിക്കണതിന് മുമ്പ് ഇതൊക്കെ ബോധമുള്ള ആളുകളുണ്ട്, ഓലാണ് ആൺകുട്ടികൾ. മരിക്കണതിന് മുമ്പ് തന്നെ ഇതൊക്കെ ബോധമുണ്ട്. ഒരു മരണമുണ്ട്, ഒരു ഖബറുണ്ട്, ഒരു മഹ്ശറുണ്ട്, അവിടെ ഒരു ഹിസാബുണ്ട്. പിന്നെയാണല്ലോ പടച്ചോനെ സ്വർഗത്ത്, എല്ലാ നരകത്തേക്കും സ്വർഗത്തേക്കാണ്ട് പോയിക്കോ. ദുന്യാവൊക്കെ അള്ളാഹു തആല നമ്മളോടാണ്ട് പോയിക്കോളി എന്ന് പറഞ്ഞേ. ഞാനൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാ ദുന്യാവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞേ. അങ്ങനല്ല പറഞ്ഞേ, ഖുൽ ഹബിത്തു മിൻഹാ ജമീഅ, എല്ലാരും കൂടിയാണ് പോയിക്കോളി എന്ന് പറഞ്ഞു.
വലക്കും ഫിയാ മുസ്തഖറും മത്താഉൻ ഇലൈൻ. മരിക്കണ വരെ ഓരോ ആളുകൾക്കുള്ള എല്ലാ സാധനവും അവിടെ റെഡിയാണ്. എനിക്ക് അല്ല കണക്കാക്കിയതൊക്കെ എനിക്ക് കിട്ടും. ഇതിൽ ഉറപ്പുണ്ടെങ്കിൽ എന്തിനായി ബേജാറും ബത്തപ്പാടും? എനിക്ക് കണക്കാക്കിയ ഓരോ മഴത്തുള്ളിയിലും എൻ്റെ പേരുണ്ട്. അതേ ഞാൻ കുടിക്കുള്ളൂ. അത് മേലിന് ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ എൻ്റെ പേരുണ്ട്. BP അബ്ദുൽ ജലീൽ എന്നുണ്ട്. അത്തുള്ളി ഭൂമിക്കേണ്ടത് അത്തുള്ളി കുടിച്ച് തീർത്തിട്ടേ ഞാൻ മരിക്കുള്ളൂ. പിന്നെന്താ എനിക്ക് ബേജാറ്? എനിക്കല്ല കണക്കാക്കിയ മാങ്ങയിലൊക്കെ എൻ്റെ പേരുണ്ട്. ആ മാങ്ങ ഫുള്ള് തീർന്നിട്ടേ ഞാൻ മരിക്കുള്ളൂ. എനിക്കല്ല കണക്കാക്കിയിട്ടുള്ള ബീഫുമ്മല് എൻ്റെ ഇറച്ചി വാലുമലാണെങ്കിൽ ആ വാലുമെൻ്റെ പേരുണ്ടാവും. എനിക്ക് വാലുണ്ടാവും എന്നല്ല, അതിൻ്റെ വാലുമെൻ്റെ പേരുണ്ടാവും. BP അബ്ദുൽ ജലീൽ. ആ ഭാഗം തിന്ന് തീർത്തിട്ടേ ഞാൻ ഉദയത്തിന്റെ ഇറച്ചൊക്കെ തിന്ന് തീർത്തിട്ടേ മരിക്കുള്ളൂ. എത്ര കന്നിലുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റൂല. നിങ്ങളെ കാര്യം അങ്ങനെ തന്നെയാണ്. നിങ്ങളെ എത്ര അരിയാണ് തിന്ന് തീർക്കുക, ആ അരിന്റെ ഉള്ളിലുണ്ടാവും ഇത്ര ക്യാംസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അത് ഫുള്ളായിട്ട് ബിരിയാണിയോ നെയ്ച്ചോറോ വെറുംചോറായിട്ട് തിന്ന് തീർത്തിട്ടേ ഓല് മരിക്കുള്ളൂ. അല്ലാതെ മരിക്കൂലെന്ന്. വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ടൊന്നും മരിക്കൂല. കാരണം കുറെ പേരെഴുതപ്പെട്ട ബാക്കി സാധനങ്ങൾ പുറത്തുണ്ടാവും. അതിനോ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് തിന്നിട്ടേ മരിക്കുള്ളൂ. പിന്നെ എന്തത്ര ബേജാറ്? അള്ള പറഞ്ഞല്ലേ ആണ്ട് ഇറങ്ങിപ്പോയിക്കോളെ, സാധനമൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, തിന്നോളി എന്നല്ല അള്ള പറഞ്ഞു. കല്യാണത്തിന് വിളിക്കും പോലെ അള്ളാഹു ദുനിയാവുക്ക് വിളിച്ചത്. ആണ്ട് ഇറങ്ങിപ്പോയിക്കോളെ, സാധനമൊക്കെ അവിടെ റെഡിയാന്ന് പറഞ്ഞു. എന്നാ ആഖിറത്തേക്ക് അള്ള വിളിച്ചാൽ അങ്ങനെയല്ല, എല്ലാവരും കൊണ്ട് പോരി, സാധനം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്. അത് ശരി. ഇതേപോലെ അതും പറഞ്ഞാൽ സമാധാനമാണ്. ആഖിറത്തിനെ കുറിച്ച് അള്ള അങ്ങനെ പറയില്ല. ആഖിറത്തിനെ കുറിച്ച് അള്ള ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുക? ഫമൻ യഅമൽ മിസ്കാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദറത്തിൻ ശർറൻ യറ. ഭയങ്കരല്ലേ അത്? ഈ ആയത്ത് അങ്ങോട്ട് ഓതിയിട്ട് മരിച്ചുപോയ സഹാബാക്കളുണ്ട്. ഇതിന്റെ ആയത്തിന്റെ അർത്ഥത്തിന്റെ കടുപ്പം ചിന്തിച്ചിട്ട് ഹൃദയ അറ്റാക്ക് വന്നിട്ട് മരിച്ച മഹാന്മാരുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു ഈ ആയത്ത് യശാനേശ ഇരുന്ന് പള്ളിയിൽ ഓതി. തുടങ്ങി കരച്ചില്. കരഞ്ഞ് നിയന്ത്രണം വിട്ടു. പള്ളിയാണെന്നൊക്കെയാണ് മറന്നു. മുക്കറി കുറെ സമയം വാലോർന്ന് ഇങ്ങനെ കാത്തുന്നു. അബൂ ഹനീഫ റളിയല്ലാഹു തേങ്ങി കരന്നെ. അവസാനം മുക്കറി എന്ത് ചെയ്ത്, ഒരു വാതിൽ അടച്ചിട്ട് മറ്റൊരു വാതിൽ ഇങ്ങനെ മെല്ലെ അടച്ചിട്ട് പോയി. കാരണം ഇത് കാത്തുന്നാ ശരിയാവൂല, പുറത്തം വിട്ട പോക്ക. സുബൈക്ക് മുക്കറിയെ തിരിച്ചു വന്ന് വാങ്ങ് കൊടുക്കാന്. അതിനിടക്ക് 9 മണിക്കൂർ കഴിഞ്ഞു. വാതിൽ തുറന്നപ്പോ കരവരാന്ന് ശബ്ദം കേട്ടു. ഇന്നത്തെ പോലത്തെ വാതിലല്ലല്ലോ അന്നത്തേത്. അപ്പോ കണ്ണൊക്കെ തുടച്ചിട്ട്, അള്ളാ നിങ്ങള് വാതിലടക്കാൻ കാത്തിക്കണല്ലേ, ഞാൻ ഫമൻ യഅമൽ മിസ്കാല ദറത്തിൻ ഖൈറൻ യറ അയിമ കുടുങ്ങിയതാണ്, എന്റെ മനസ്സ് പൊട്ടിയിട്ട് നിയന്ത്രണം വിട്ടാട്ടോ, നിങ്ങൾ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടായോ എന്ന് വെച്ചപ്പോ മുക്കറ് പറഞ്ഞു, വാതില് ഞാൻ അടക്കാൻ കാത്തുന്നല്ല, ഇപ്പൊ തുറന്നു വരികയാണ്, സുബഹിക്കണ് പറഞ്ഞു. അപ്പോഴാണ് സുബഹി ആയത് അവരറിഞ്ഞത്. യാ അല്ലാഹ്. കാരണം ഒറ്റ ആയത്ത് ഒരായത്തിന്റെ കഷ്ണം. കാരണം വിഷയം കടുപ്പുള്ളതാണ്, അത് തലയെ കണ്ട് തറച്ചതാണ്. നമുക്ക് നിങ്ങൾക്കല്ല ഇന്നിപ്പോ ഏറ്റവും വലിയ പ്രശ്നം പറയണവർക്കാണ്. കേൾക്കണവരെ കൂടുതൽ പറഞ്ഞേ കേട്ടിട്ട് അമല ചെയ്യുന്നുണ്ട്. പറയണവർക്ക് യാതൊരു, എല്ലാരെ കുറിച്ചല്ല, എന്നെ പോലത്തെ ആളുകളെ കുറിച്ച് ഞാൻ പറയട്ടെ, എല്ലാരെ കുറിച്ചല്ല. പറയുന്ന കൂട്ടത്തിൽ നല്ല ശുദ്ധിയുള്ള ആളുകൾ, ജീവിതത്തിൽ ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്, എല്ലാരെ കുറിച്ചല്ല. എന്നാലും ഉണ്ടാവില്ല എന്നെ പോലത്തെ കുറച്ച് ആൾക്കാരെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ ആയത്തിൽ നിന്ന് ബനൂ ഇസ്രായേലിന് അള്ളാഹു തആല ഇറക്കി കൊടുത്താണെങ്കിലും, അവരോട് അള്ളാഹു തആല ചെയ്ത് താക്കീതാണെങ്കിലും, അത് തിരസ്കരിച്ച കാരണത്താൽ അവരെ കുറിച്ച് ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും നമുക്കത് ബാധകമാണ്. ഉലൈകല്ലദീന ഇസ്തറവുൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ ഫലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻസറൂൻ. ഈ ആയത്ത് മുഴുവൻ ഞാൻ അർത്ഥം വെച്ചിട്ടില്ല, ഒരു ചെറിയ ഭാഗേ അതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا ذا الجلال والإكرام. واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا
ولمن مات منا لمن دفنوا حوالينا ولجميع المؤمنين والمؤمنات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. الحمد لله رب العالمين.